നമ്മുടെ ടീമിൽ ഇവിടുത്തെ അവസ്ഥയൊന്ന് പറഞ്ഞു വെക്കണം. ജോർജ് സാറിനെ അറിയിക്കണം. അല്ലെങ്കിൽ പല സ്ഥലത്തും നമുക്ക് സമയത്തിനെത്താൻ പറ്റാതെ ആയി പോവും. ഇപ്പൊ പറയണ്ട, ഇതുവരെ നമ്മൾ മാനേജ് ചെയ്തില്ലേ, ഇനി നമ്മളത് ചെയ്യും. നമ്മുടെ പ്രയോറിറ്റി കേസിന്റെ അന്വേഷണവും നമ്മുടെ ജോലിയുമാണ്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞേ ഉള്ളൂ. അതെ, പക്ഷേ ആരും നമ്മളെ തിരിച്ചറിയരുതെന്ന കാര്യത്തിന് അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. നമുക്ക് നോക്കാം. എന്ത് സംഭവിച്ചാലും നമ്മൾ ആർക്കും പിടികൊടുക്കാൻ പോകുന്നില്ല. ഏത് സിറ്റുവേഷനും നമുക്ക് മാനേജ് ചെയ്ത് പോയേ പറ്റൂ. എന്നാലും നമ്മൾ ഇനി സൂക്ഷിച്ച് മുന്നോട്ട് പോണം. അത് മനസ്സിൽ വെച്ചിരുന്നാ മതി. സഹദേവേട്ടാ, നീ ഉണർന്നാ? അലാറത്തിന്റെ സൗണ്ട് കേട്ട ഉണരാതിരിക്കാൻ ഞാൻ പൊട്ടിയൊന്നുമല്ല. അല്ലേലും ആവശ്യമില്ലാത്ത സമയത്ത് നിനക്ക് ഒടുക്കത്തെ ചെവിയാണല്ലോ. ഓ, അപ്പോ എന്നെ ഒളിച്ചെന്തോ ചെയ്യാനുള്ള പരിപാടിയായിരുന്നല്ലേ? അയ്യോ എടി, നിന്നെ ഒളിച്ച് ഞാൻ എന്തോ ചെയ്യാനാ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? ഓ, സത്യം പറ, നിങ്ങൾ എങ്ങോട്ടാ, ആരെ കാണാനാ ഈ പമ്മി പമ്മി പോകുന്നേ? ഓ എന്റെ നീരജ, നീ ഒന്ന് കിടന്ന് ഉറങ്ങ്, ഞാൻ ഇപ്പൊ വരാം. എനിക്കറിയാം, കുറച്ചു നാളായിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. എന്തുവാ? എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്. എന്താ മനസ്സിലായി? പഴയ കാമുകി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അവളെ കാണാനുള്ള പോക്കായിരിക്കും. അയ്യോ, കാമുകിയാ? എനിക്കാ? നീ ഒന്ന് പതുക്കെ പറ, ആ പല്ലവിയാണ് കേട്ട നാണക്കേടാ. നിങ്ങൾക്ക് ചെയ്യാം, പിന്നെ പല്ലവി കേട്ടാലെന്താ? ഓ എന്റെ ദൈവമേ, ആ നാശം പിടിച്ചവളുടെ തലയില് ഒരു ബോംബ് പോലും വീഴുന്നില്ലല്ലോ. ഇങ്ങനെ വളയ്ക്കാൻ അവള് കുറ്റിയും പറിച്ച് വന്നേക്കോ? എന്റെ നീരജ്, ഇടി നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഞാനേ ആ കിരണിനെയും ദുർഗയെ നോക്കാൻ പോയതാ. എന്തിന്? അവര് കിടക്കുന്നതൊക്കെ ഒന്ന് കാണട്ടടി. അയ്യേ, കിടക്കുന്ന കാണാനോ? ആ, നിങ്ങൾക്ക് നാണോ ഇല്ല മനുഷ്യ? വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ?